ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചക്രവർത്തി കൂടിച്ചേരുന്നുണ്ട്. നൃപൻ, ഏതായാലും ഒരു പക്ഷേ വലിയ തിരിച്ചടികൾ നേരിട്ട ഒരു നേതാവാണ് കെ സുധാകരൻ എന്ന് പറയേണ്ടി വരും. ഒരു കൂടിയാലോചനയും കൂടാതെയാണ് ഒരു സുപ്രഭാതത്തിൽ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അന്ന് നൽകിയ ഉറപ്പുകളിൽ ഏറ്റവും പ്രധാനമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി മത്സരിപ്പിക്കും കണ്ണൂരിൽ തന്നെ. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആദ്യം വെട്ടിയത് കെ സുധാകരനെ തന്നെയാണ്. KPCC അധ്യക്ഷ സ്ഥാനം പോയി, കണ്ണൂരിലെ സീറ്റ് എന്നുള്ള വാഗ്ദാനം പോയി. ഇവിടെ സുധാകരൻ മത്സരിക്കാൻ ഉറച്ചൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ കണ്ണൂരിൽ മാത്രമല്ലല്ലോ കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്നത്. എന്തായിരിക്കും കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത്? ദില്ലി ചർച്ചകൾ കൊണ്ടും കാര്യമില്ല, അനുനയ ശ്രമമെല്ലാം പാളി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃപൻ, സിജു, അത്ര നിസ്സാരക്കാരനല്ല കെ സുധാകരൻ. കാരണം കേരളത്തിലെ കോൺഗ്രസുമായി പൂർണ്ണമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാവാണ്. ഇടയ്ക്ക് അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി അദ്ദേഹത്തെ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയത്. അപ്പോഴും നേരത്തെ അദ്ദേഹത്തെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകുമെന്നതാണ്. ആ ഉറപ്പ്, നേതൃത്വം നൽകിയ ഉറപ്പ് പാലിക്കാത്തതിലുള്ള വല്ലാത്ത തരത്തിലുള്ള പ്രതിഷേധം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അക്കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഈ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നാലും അല്ലെങ്കിൽ റിബലായിരുന്നാലും കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉറച്ചു തന്നെയാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ദില്ലിയിൽ നടന്ന പല നേതാക്കളുമായ ചർച്ചയിലും കെ സുധാകരൻ മനസ്സ് തുറന്നിരുന്നില്ല. അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിച്ചത് രമേശ് ചെന്നിത്തലയോടാണ്. രമേശ് ചെന്നിത്തലയോട് അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല, കണ്ണൂരിൽ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക തന്നെ ചെയ്യും, പാർട്ടി പ്രവർത്തകരുടെ വികാരം അത് തന്നെയാണ് എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തു. ആ ചർച്ചകൾക്ക് ശേഷം രമേശ് ചെന്നിത്തലയും അതേ അഭിപ്രായം തന്നെ പങ്കുവച്ചത്. കാരണം ഒരു വിഭാഗം പ്രവർത്തകർ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കണമെന്ന അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കെ സുധാകരൻ ആ ഒരു അഭിപ്രായമുണ്ട്, അത് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്ന നിലപാട് രമേശ് ചെന്നിത്തല സ്വീകരിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ യോഗങ്ങളിലടക്കം കടുത്ത നിലപാട് മറുഭാഗത്ത് VD സതീശൻ എടുത്തു. കാരണം ഒരു MP മുന്നിലും വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല. ഇക്കാര്യത്തിൽ പാർട്ടി വളരെ ഉറച്ച നിലപാട് സ്വീകരിക്കണം. അങ്ങനെ കെ സുധാകരന് ഇളവ് നൽകിയാൽ തൊട്ട് പിന്നാലെ അടൂർ പ്രകാശ് ചോദിക്കും, അതിന് തൊട്ട് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് ചോദിക്കും. ഇവരുടെ മണ്ഡലങ്ങളും ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുധാകരൻ ഉണ്ടാക്കുന്ന ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് മുന്നിൽ മുട്ടുമടക്കരുത് എന്ന നിലപാടാണ് VD സതീശൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. അത് കെ സുധാകരൻ കണ്ണൂർ സീറ്റ് കൊണ്ട് മാത്രം അടങ്ങുന്നില്ല. നേരത്തെ കെ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത് കെ സുധാകരൻ ഇക്കാര്യങ്ങളിൽ വല്ലാത്ത പ്രതിഷേധം രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന പ്രതിഷേധം മാത്രമായിരുന്നു AICC ലീഡർഷിപ്പും സംസ്ഥാനത്തെ നേതാക്കളും കരുതിയിരുന്നത്. ഇപ്പോൾ കെ സുധാകരൻ അങ്ങനെയല്ല. കെ സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ അദ്ദേഹം റിബലായി മത്സരിക്കും. മാത്രമല്ല പേരാവൂർ അടക്കം വരുന്ന കണ്ണൂരിലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് സുധാകരൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കും. അവിടെ മറ്റ് സ്ഥാനാർത്ഥികളെ റിബലായി അദ്ദേഹത്തിൻ്റെ അനുയായികളെ മത്സരിപ്പിക്കും എന്ന തരത്തിലുള്ള ഭീഷണിയും സുധാകരൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചേരിപ്പോരും ഏറ്റുമുട്ടലുമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത്. കെ സുധാകരൻ്റെ പ്രതിസന്ധി ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അത് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് മണ്ഡലങ്ങളിലെ ചർച്ചകൾ നടക്കുന്നില്ല. കെ സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളി മറ്റ് നേതാക്കളിൽ കൂടി പടരുകയാണ്. MK രാഘവൻ അടക്കമുള്ള നേതാക്കളുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയതും MK രാഘവൻ അടക്കമുള്ള നേതാക്കൾക്ക് AICC ലീഡർഷിപ്പുമായിട്ടുള്ള ഇപ്പോഴുള്ള പല കാര്യങ്ങളുള്ള വിയോജിപ്പും കൂടി കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒരു നിർണായകമായ ഘട്ടമാണ് ഇപ്പോൾ നേരിടുന്നത്. ആ ഘട്ടത്തിൽ ഇവിടെ സുധാകരനിൽ മാത്രം, സുധാകരന്റെ ഒരു വിഷയം, അതൊരു വലിയ വിഷയമായി തന്നെ കോൺഗ്രസിന് തുടക്കം മുതലുള്ളതാണ്. കോന്നി ഇന്നലെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ പല സീറ്റുകൾ, 55 സീറ്റുകൾ മാത്രമാണ് അവർക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമെന്ന് പറഞ്ഞ VD സതീശനെ വരെ കഴിഞ്ഞ ദിവസം വെട്ടിൽ ഒതുക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ദില്ലി ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത് KC വേണുഗോപാലാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം VD സതീശന്റെ മുഖഭാവം അടക്കം, മാധ്യമങ്ങളോടുള്ള പുച്ഛഭാവം അടക്കം. ഇന്നലെ KC വേണുഗോപാൽ നേതൃത്വം ഏറ്റെടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന KC വേണുഗോപാലാണ്. അതായത് സതീശൻ പറയുന്നതൊന്നും ഇനി കേൾക്കാൻ തയ്യാറല്ല എന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ സുധാകരൻ തന്നെയാണ് നിലപാടെടുത്തത്. ഇവിടെ സുധാകരന് മുന്നിൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം നിൽക്കുകയാണ്. അടൂർ പ്രകാശ് എങ്ങനെ പരിഹരിക്കും ഈ പ്രശ്നം? നമുക്കറിയാം, ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് ആ തുടക്ക സമയത്ത് തന്നെ പ്രശ്നമായി നിന്നത് സുധാകരന്റെ വിഷയമാണ്. പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ ചെന്നിത്തല ചർച്ച നടത്തി, ഇന്ന് MK രാഘവൻ ചർച്ച നടത്തി. ഒരു വിട്ടുവീഴ്ചയ്ക്കും സുധാകരൻ തയ്യാറല്ല. പൊട്ടിത്തെറി അങ്ങനെ തന്നെ തുടരുകയാണ്. സുധാകരനിൽ തുടങ്ങി കോന്നിയിലും കണ്ണൂരിലും അങ്ങനെ പോവുകയാണ്.
സിജു, നമ്മൾ കെ സുധാകരൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂട്ടിയോജിപ്പിച്ച് പറയണം. കഴിഞ്ഞ ദിവസത്തെ 55 സീറ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ നേരത്തെ 56 പറഞ്ഞിരുന്നു. അത് വീണ്ടും ചുരുങ്ങി 55ആയി മാറുകയായിരുന്നു വൈകിട്ടായപ്പോൾ. ആ പ്രഖ്യാപനത്തിൽ തന്നെ 3 സീറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും വിട്ടുപോകുന്നൊരു സീറ്റ് കൂടിയുണ്ട്. ഒന്ന് സുധാകരൻ്റെ കണ്ണൂർ സീറ്റ്, രണ്ടാമത്തെ സീറ്റ് പത്തനംതിട്ടയിലെ കോന്നി അടൂർ പ്രകാശ്, മൂന്നാമത് AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടിരുന്ന അടൂർ സീറ്റും കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ തർക്കമുള്ള പല സീറ്റുകളും പ്രഖ്യാപിച്ചിട്ടില്ല. അത് കെ സുധാകരനിൽ തുടങ്ങിയ തർക്കം മറ്റ് മണ്ഡലങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 5 സീറ്റുകളിൽ തർക്കം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് ആകെ പ്രഖ്യാപിച്ചത് 3 സീറ്റാണ്. ഇപ്പോൾ തത്വത്തിൽ ധാരണയായി എന്ന് പറയുന്ന പാറശാല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് അടക്കമുള്ള സീറ്റുകളിൽ ധാരണയായി, ഒപ്പം തന്നെ ഈ കഴക്കൂട്ടത്ത് ധാരണയായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും നേരത്തെ പ്രശ്നമുണ്ടാക്കിയ എൻ ശക്തന് സീറ്റ് നൽകുന്നു, മുൻ KPCC അധ്യക്ഷൻ പാലൂർ രവിക്ക് സീറ്റ് നൽകുന്നു, ഇവിടെ രമ്യ ഹരിദാസിന് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നൽകിയ എതിർപ്പ് പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് ആ സീറ്റ് നൽകുന്നു. അപ്പോൾ ഇനി വരുന്ന പ്രഖ്യാപനത്തിലും വലിയ പൊട്ടിത്തെറി സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ കെ സുധാകരന് തുടങ്ങിയ കോൺഗ്രസിന്റെ തർക്കം കൂടുതൽ ദിവസങ്ങൾ കഴിയുന്തോറും രമ്യ ഹരിദാസിന്റെ വിഷയം തന്നെ. രമ്യ ഹരിദാസിന്റെ വിഷയം വന്നപ്പോഴാണ് ഇന്ന് ദളിത് കോൺഗ്രസ് പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട്. ദളിതുകളെയും ആദിവാസികളെയും ഉൾക്കൊള്ളാൻ എന്താണ് കോൺഗ്രസിന് മടിയെന്നാണ് അവിടെ ദളിത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ചോദിച്ചു. ഒപ്പം തന്നെയാണ് സണ്ണി എം കബിക്കാട് വൈക്കത്ത് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് സണ്ണി എം കബിക്കാടിനെ പറ്റിച്ചു. ആ ഉറപ്പ് നൽകിയത് ആരാണ്? VD സതീശനാണ്. അങ്ങനെ പലരെയും പറഞ്ഞു പറ്റിച്ചു. ഏറ്റവും ഒടുവിലായി പറഞ്ഞ തൃശ്ശൂരിലെ CPIയിൽ നിന്ന് CPI ചതിച്ചുപോയ CC മൂന്നന് സീറ്റ് നൽകാമെന്ന് പറഞ്ഞു. CC മൂന്നൻ ഒടുവിൽ BJPയിലേക്ക് പോയി. ഒരേ സമയം അതോടൊപ്പം തന്നെയാണ് ജോസഫ് വിഭാഗത്തെ പറഞ്ഞു പറ്റിച്ചത്. മൊത്തത്തിൽ അതായത് കോൺഗ്രസിന് പുറത്തുള്ള UDFിലെ ഘടകകക്ഷികളെ പറഞ്ഞു പറ്റിക്കുന്നു, കോൺഗ്രസിനുള്ളിലുള്ള തന്നെ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നു, ദളിത് ആദിവാസി വിഭാഗങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു. വല്ലാത്ത പ്രതിസന്ധി, പരിഹരിക്കാൻ കഴിയാത്തൊരു നേതൃത്വം കോൺഗ്രസിന്. സിജു, വളരെ ശരിയാണ്. കാരണം ഇത് ഒരു പ്രശ്നങ്ങളിൽ മാത്രം കെ സുധാകരൻ്റെ കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, കോന്നിയിൽ വരുന്നില്ല, അടൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ദളിത് കോൺഗ്രസിൻ്റെ, അത് കോൺഗ്രസിലെ തന്നെ ദളിത് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉയർത്തിയ ശബ്ദം നേരത്തെ തന്നെ പ്രതിഷേധമായി രംഗത്തെത്തുകയാണ്. ഈ പറഞ്ഞ സണ്ണി ജോസഫിൻ്റെ കോലം കത്തിച്ചു, രമ്യ ഹരിദാസിൻ്റെ കോലം കത്തിച്ചു. ദളിത് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ച് വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് സണ്ണി എം കബിക്കാടുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുറത്തുള്ള ദളിത് വിഭാഗങ്ങളെ പൂർണ്ണമായി കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിനകത്തുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് AK ശശി, ദളിത് വിഭാഗം കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം ഈ ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നാളെ ചേരുകയാണ്. കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവുകയാണ്. അത് ഒരു മണ്ഡലത്തിൽ മാത്രം, ചിറയൻകീഴ് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. 140 മണ്ഡലങ്ങളിലും ദളിത് വിഭാഗത്തിൻ്റെ വോട്ട് ഈ പറഞ്ഞ കോൺഗ്രസിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസിനുള്ളിലുള്ള ദളിത് വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഈ നിലപാട് സ്വീകരിക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്തെ കാര്യം തന്നെ കഴിഞ്ഞ ദിവസം ഉദാഹരണമാണ്. കാരണം ഇത്രയും വലിയ സീറ്റ് തർക്കം വലിയ തരത്തിൽ നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ ധാരണയായി എന്ന് പറഞ്ഞ സീറ്റുകൾ പ്രഖ്യാപിച്ചില്ല. ആകെ 3 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് കെ സുധാകരൻ ഉയർത്തുന്ന പ്രതിഷേധം ഓരോ ദിവസം കഴിയുമ്പോഴും കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ചയിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി അത് വ്യാപിക്കുന്നുണ്ട്. സിജു ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എങ്ങനെ പരിഹരിക്കുമെന്നാണ്. ഇനി പരിഹരിക്കാൻ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. കാരണം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് തരത്തിലോ പൊട്ടിത്തെറി വന്നിരുന്നാലും പ്രഖ്യാപനത്തിലേക്ക് പോകാൻ മാത്രമേ ഇനി കോൺഗ്രസിൻ്റെ വഴിയിൽ പോംവഴിയുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി മുഹമ്മദ് ഷിയാസിന് അവിടെ കൊച്ചിയിൽ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അദ്ദേഹം VD സതീശൻ മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ ഏകപക്ഷീയമായി കോൺഗ്രസിൻ്റെ AICC ലീഡർഷിപ്പും KC വേണുഗോപാലും പോകുന്നു. അതിൻ്റെ പ്രതിഷേധിച്ച് യോഗത്തിന് ഇടയിൽ വെച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇറങ്ങിപ്പോയത്. മാത്രമല്ല 55 സീറ്റുകളുടെ പ്രഖ്യാപനം നടത്തിയിട്ട് പോലും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ എത്രയേറെ രൂക്ഷമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രതിഷേധം, മറുഭാഗത്ത് കെ സുധാകരൻ്റെ പ്രതിഷേധം, ഈ കോന്നി സീറ്റിനെ സംബന്ധിച്ചുള്ള അടൂർ പ്രകാശിൻ്റെ പ്രതിഷേധം. അങ്ങനെ വലിയ തരത്തിലുള്ള തർക്കമാണ്. ഇനി തർക്കങ്ങൾ ഉണ്ടായാൽ തന്നെ പൊട്ടിത്തെറി വരുന്നെങ്കിൽ വന്നോട്ടെ. ഇനി മറ്റ് കാലതാമസം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് പ്രഖ്യാപനത്തിലേക്ക് പോകാനുള്ള ധാരണയിലേക്കാണ് നേതാക്കൾ പോകുന്നത്. അതിനിടയിൽ കെ സുധാകരനെ പോലെ ഒരു നേതാവിനെ എങ്ങനെ അനുനയിപ്പിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് തന്നെ നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമായിരിക്കും നടത്തുക. അങ്ങനെ അദ്ദേഹത്തിന് സീറ്റ് നൽകുമ്പോൾ മറ്റ് MP-മാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഏറ്റവും പ്രസക്തമാണ് കാര്യമാണ്. MP ആയിരുന്ന ഒരാൾക്ക്, നിലവിൽ MP ആയിരിക്കുന്ന ഒരാൾക്ക് മുൻ KPCC അധ്യക്ഷന് ഈ സമ്മർദ്ദത്തിന് വഴങ്ങി സീറ്റ് നൽകിയാൽ
യുവാക്കൾ, മറ്റ് സീറ്റുകൾ പരിഗണിക്കുന്നവർ, ദളിത് വിഭാഗത്തിലെ നേതാക്കൾ, ഒപ്പം തന്നെ തങ്ങൾ മുന്നോട്ട് വച്ച തങ്ങളുടെ സമ്മർദ്ദത്തെ ആരും പരിഗണിച്ചില്ല എന്ന നിലപാടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും നിലവിൽ സ്ഥിരമായി പരിഗണിക്കാതെ അവഗണിക്കുന്ന നേതാക്കളെല്ലാം പരസ്യമായി രംഗത്ത് വരാനുള്ള സാധ്യതയുമുണ്ട്. സിജു.